ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഡോൾഫിനുകളെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആനിമൽസിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ വീഡിയോസ് ആനി മലയാളം എന്നൊരു സീരീസ് ആയി ഇടാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആണ് അതിലെ ഫസ്റ്റ് വൺ. ഈ വീഡിയോ കണ്ടിട്ട് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുമോ പ്ലീസ്. ആദ്യം തന്നെ നമ്മളെ എല്ലാവരും ചിരിപ്പിച്ചൊരു സിനിമയിലെ ഡയലോഗ് ഞാൻ കേൾപ്പിച്ച് ഇതിലേക്ക് വരാം. അതെന്താ വല്ലതും കണ്ട് പേടിക്കാനോ? ഞങ്ങളോ? ഇതൊരു കൊതി. പ്രേതങ്ങൾ ഒന്ന് നേരിട്ട് കാണാൻ. അത് ഒരു കണ്ണിന്റെ പോള അടച്ചില്ല, മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങി അല്ലടാ. കാര്യം ഗോവിന്ദൻകുട്ടി തള്ളിയതാണെങ്കിലും ഡോൾഫിൻസ് ക്യാൻ ഡു ദാറ്റ്. യെസ്, സർവൈവലിന്റെ ഭാഗമായി അവരിത് ചെയ്യാറുണ്ട്. ബൈ ഷട്ടിംഗ് ഡൗൺ ഹാഫ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഐ ആൻഡ് കീപ്പിംഗ് ദ റെസ്റ്റ് ഓപ്പൺ. ഒരു ഭാഗം റെസ്റ്റ് ചെയ്യുമ്പോൾ മറുഭാഗം അപകടങ്ങളെ നിരീക്ഷിക്കാനും ബ്രീത്തിങ്ങിനുമായി അവർ പകുതി ഉണർന്നിരിക്കും. നമുക്ക് ഈ കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഡോൾഫിൻസിനും തമ്മിൽ പേരുകൾ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഇറ്റ്സ് ട്രൂ. ഡോൾഫിൻസ് യുണീക്കായ വിസിലുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് തമ്മിൽ പേരുകൾ വിളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. എന്താ അല്ലേ? ഡോൾഫിൻസിന്റെ ഒരു ബിൽറ്റ് ഇൻ ബയോളജിക്കൽ സോണാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഒരു ഷിപ്പിനേക്കാൾ പവർഫുൾ ആണെന്ന് പറഞ്ഞാലോ? സോണാർ എന്നാൽ അറിയാത്തവർക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. സോണാർ എന്നാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അത് പൊതുവെ ഷിപ്സ്, സബ്മറൈൻസ് പോലെയുള്ള വാഹനങ്ങളിൽ കടലിനടിയിലും ദൂരെയുമുള്ള വസ്തുക്കളെ ലൊക്കേറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും ആണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ ആഴങ്ങളിലോട്ട് ലൈറ്റ് അത്രയ്ക്ക് ട്രാവൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ സൗണ്ട് വേവ്സ് പുറപ്പെടുവിച്ചാണ് സോണാർ പ്രവർത്തിക്കുന്നത്. വവ്വാലുകൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് അവരിൽ ഈ കഴിവുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മളുടെ ഡോൾഫിനുകൾക്കും ഈ കഴിവുണ്ടായിരുന്നെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? കമന്റ് ചെയ്യൂ പ്ലീസ്. ഇവനാളൊരു ഭീകരൻ തന്നെ എന്ന് തോന്നുന്നുണ്ടല്ലേ? ഡോൾഫിൻസ് ആർ ഇമോഷണൽ ലൈക്ക് ഹ്യൂമൻസ്, ചിലപ്പോൾ മനുഷ്യരെക്കാൾ. തങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡോൾഫിൻ മരണപ്പെട്ടാൽ അതിൽ വിഷമിക്കുകയും കൂട്ടത്തിൽ ഒരാൾ മുറിവേക്കപ്പെട്ടാൽ അതിനെ രക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുവർ. എനിക്കറിയാം ഇതെന്താ ഇത്ര പ്രത്യേകത എന്ന്. ആനയും മറ്റ് പല മൃഗങ്ങളും ഇൻക്ലൂഡിങ് ഡോഗ്സ് ഇവരൊക്കെ ഇതുപോലല്ലേ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ശരിയാണ്. പക്ഷെ ഡോൾഫിൻസ് ഈ വേദനയൊക്കെ ഒരുപാട് നാളുകൾ മനസ്സിൽ കൊണ്ട് നടക്കും. ഭക്ഷണം കഴിക്കാതിരിക്കുക, വളരെ പതുക്കെ നീന്തുക, ഉറക്കെ കരയുക, സ്വന്തം ജീവൻ റിസ്ക് ചെയ്തു പോലും ഇഞ്ചോ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. അതാണ് ഇങ്ങനെ പറയാൻ കാരണവും. സോ ദേ ഡു ഹാവ് എ വെരി ഡീപ്പ് ഇമോഷണൽ ബോണ്ട്. ഒരു ബോണസ് ഫാക്ടോടെ നാസ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏലിയൻസ് ഭൂമിയിൽ വന്നാൽ ചിലപ്പോൾ ഡോൾഫിൻസ് ആയിരിക്കും നമുക്ക് വേണ്ടി അവരുടെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ബിക്കോസ് ഓഫ് ദ ഇൻ്റലിജൻസ് ആൻഡ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിൽ ഏത് ഫാക്റ്റാണ് നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചതെന്നോ നിങ്ങൾക്കറിയാവുന്ന വേറെ എന്തെങ്കിലും ഡോൾഫിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സോ കമന്റ് ചെയ്യുമോ? ലെറ്റ്സ് ഗ്രോ ബൈ ഷെയറിംഗ് നോളജ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, subscribe and support if you find useful. So see you soon with another info.